പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മളെ പ്രവർത്തനങ്ങൾ കാണുന്ന, നമ്മളെ വീഡിയോ കാണുന്ന ഒരു 2-3 വോയിസ് എനിക്ക് കിട്ടിയ പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ബീച്ച് ഹോസ്പിറ്റലിൽ എന്താണ് പ്രശ്നം, എന്തിനാണ് നിങ്ങൾ നിരാഹാരം കിടന്നത്, എന്തിനാണ് ധർണ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഒരു ക്ലാരിറ്റി. ഞാൻ പഴയതിലേക്കൊന്നും പോകുന്നില്ല. 5-8 വർഷം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടി നടക്കുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടൊന്നും ഒരു പരിഹാരം കണ്ടെത്തിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സൂപ്രണ്ട് വരുമ്പം ഇത് 3ാമത്തെ തവണയാണ് നമ്മളെ അവിടുത്തെ പരിചരണകൾ, അതായത് ആരോരുമില്ലാത്തവരെ പരിചരിക്കുന്ന തടസ്സങ്ങൾ, അവർക്ക് മലമൂത്ര സ്വന്തം നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പിയിലേക്ക് കിടക്കാം. അവിടെ രാവിലെ തൊട്ട് രാത്രി വരെ അപ്പിയിൽ കിടക്കാം. അപ്പോൾ അതിനെ നമുക്ക് വൃത്തിയാക്കാൻ പാടില്ല, അതിനൊന്നും പറയാൻ പറ്റില്ല. നമ്മളത് കണ്ടിട്ടും കാണാതെ മാതിരി പോകണം, ജനങ്ങൾ പോകണമാതിരി. റോട്ടിൽ ചോര വാർന്നിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പലവരും കണ്ടിട്ട് പോകുന്നൊരു കാഴ്ചകളുണ്ട്. ഞാൻ സംസാരിക്കുന്ന ബാക്കിലേക്ക് ഓരോ വീഡിയോ ഞാൻ ഇട്ടുതരാം, അതിൻ്റെ ഒരു തെളിവിന്. ഞാൻ അതിലേക്ക് പോകുന്ന ലാസ്റ്റ് ഘട്ടത്തിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഡെസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻറ്റ്, നമ്മൾ തെരുവോരത്തുനിന്നായാലും വീട്ടിൽ നിന്നായാലും അവർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചില സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയും, അഡ്മിറ്റ് ചെയ്തു കൊടുത്താൽ ഒരു ബൈസ്റ്റാൻഡർ നിൽക്കാൻ വേണ്ടി പറയും, ബൈസ്റ്റാൻഡർ നിർത്തി കൊടുക്കും. അവർക്ക് പുറത്തേക്കുള്ള മെഡിസിൻ വേണമെന്ന് പറയും, വാങ്ങിക്കൊടുക്കും. അവർക്ക് വസ്ത്രം വേണമെന്ന് പറയും, വാങ്ങിക്കൊടുക്കും. ഡൈപ്പർ വേണമെന്നാണ്, വാങ്ങിക്കൊടുക്കും. ചായ, കടി, ചോറ്, ഭക്ഷണം ഇതെല്ലാം ഞങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. മനുഷ്യത്തൊഴിലാളികളുടെ പ്രസ്ഥാനം, TMK എന്ന് പറഞ്ഞ പ്രസ്ഥാനം 2010 മുതൽ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻ്റ് മാത്രമല്ല, ഡെസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ആരൊക്കെ അവിടെ വരുന്നുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് അല്ല കേട്ടോ, നമ്മുടെ പ്രസ്ഥാനം, മനുഷ്യത്തൊഴിലാളികളുടെ പ്രസ്ഥാനം കൊടുക്കുന്നത്. നമ്മളൊരാളെ കൊണ്ടുവരുമ്പോൾ, ഇതാണ് നിങ്ങൾക്ക് നല്ലോണം കേൾക്കേണ്ടി, നമ്മളൊരാളെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അഡ്രസ്സാണ് കൊടുക്കുന്നത്, ഞങ്ങളെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അവരെ കാണാൻ നമുക്ക് അവകാശമില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയാലോ കാല് വെട്ടിയാലോ, അദ്ദേഹത്തിന് ഇവിടുന്ന് പുറത്താക്കിയാലോ, അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലോ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പാടില്ലേ? അത് സ്നേഹം എന്ന നിലക്ക് ഷൗട്ടായിട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. അതേമാതിരിയുള്ളൊരു ചോദ്യം ചോദിച്ചതിനെ കൊണ്ട് ഇപ്പോഴത്തെ സൂപ്രണ്ട് 3ാമത്തെ തവണയാണ്. 3 പ്രാവശ്യം ഇദ്ദേഹം വന്നപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വേറെ എത്ര സൂപ്രണ്ട് അവിടെ വരുന്നത്, എത്ര സിസ്റ്റർമാരവിടെ ഉണ്ട്, എത്ര അസിസ്റ്റന്മാരുണ്ട്, എത്ര സെക്യൂരിറ്റി ഉണ്ട്. ഇന്ന് വരെക്കും നമ്മളെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു റെസ്പെക്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നമ്മൾ ചെയ്തിട്ടില്ല. ഈ സൂപ്രണ്ടിന് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ. കറുത്ത വർഗ്ഗക്കാരെ കാണാൻ പറ്റില്ലാത്തൊരിതുണ്ടാവും, ചിന്താഗതി ഉണ്ടാവും അദ്ദേഹത്തിന്. ഞാൻ മാത്രമല്ല ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ സൂപ്രണ്ടിനെ. അവിടെ കുറേ പേരുണ്ട്, നമ്മളറിഞ്ഞ കാര്യമാണ്. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവരെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന സാറാണ്. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ പ്രശ്നമാണിത്. ഒരു ബെഡും വരും 2 പ്രശ്നം ഉണ്ടായിട്ടുണ്ടേ. ഒന്ന്, വൈകുന്നേരം ഒരാൾക്ക് എല്ലാം കൊടുത്ത് പിറ്റന്നാൾ രാവിലെ വരുമ്പം മരണപ്പെട്ട വാർത്താണ്. നമ്മുടെ സ്റ്റാഫ് സിസ്റ്ററോടൊരു ചോദ്യം ചോദിച്ചത്, ഇന്നലെ വൈകുന്നേരം നല്ലോണം സംസാരിച്ചു വെക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് മരണപ്പെട്ടു, എന്തൊക്കെയോ അത് കാരണം. പെണ്ണുങ്ങളെ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അതേമാതിരി ചോദ്യം ചോദിച്ചാൽ എന്ത് തെറ്റാണ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞുതരാണ്, എന്ത് തെറ്റാണ്. അതിന് ചോദ്യം ചെയ്തപ്പോൾ പറയാണ്, നിങ്ങളോട് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞല്ലേ, നിങ്ങളോടൊക്കെ ഭക്ഷണം നിങ്ങൾ സെക്യൂരിറ്റിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ കയറി വന്നത് എന്നുള്ളൊരു ചോദ്യം അവിടുന്ന് വന്നു. ആറമ്മനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയി. നിങ്ങളെ ഭക്ഷണം തീരെ പറ്റാണ്ടായിക്കിന്, നിങ്ങളെ ഭക്ഷണത്തിന് പോരാ, നാളെ മുതൽ നിങ്ങളെ ഭക്ഷണം വേണ്ട കേട്ടോ. വൈ എന്തുകൊണ്ട്? അല്ല, ഭക്ഷണം ആർക്കും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് മാറ്റാം, ഹോട്ടലോ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാം. നമ്മൾ പറയട്ടോ. കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച്, നിങ്ങൾ ഭക്ഷണം ഇന്ന് മുതൽ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് സാറേ? അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഉണ്ടായി. ഒരാൾ വീണ്ടും ഇതേപോലെ തന്നെ അപ്പിൻ്റെ ഒത്ത് കിടന്ന്
അപ്പിൻ്റെ ഒത്ത് ഇരുന്നിട്ട് അതിൻ്റെ ഒത്ത് തന്നെ ഭക്ഷണം കൊണ്ടുവച്ച് ഇതും ഇതേമാതിരി തന്നെ ചോദ്യം ചെയ്ത്. അല്ല സാറേ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ തീട്ടത്തിൽ കിടത്താനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് രോഗികളെ? തെളിവ് ഞാൻ തരാം, ഇതിൻ്റെ അത് ബാക്കിലിട്ടുതരാം. ഞാൻ സംസാരിക്കുന്ന ബാക്കിൽ തെളിവ് ഇട്ടുതരാം. ഇല്ല, നമ്മൾ അതിനാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ കാല് മുറിച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ദിവസം കൊണ്ട് തെരുവിലേക്ക് ഇറക്കി വിടാം. കൈ മുറിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തെരുവിലേക്ക് ഇറക്കി വിടാം. നായി കടിച്ച് കഷ്ണം എടുത്തു കഴിഞ്ഞാലും അത് തെരുവിലേക്ക് ഇറക്കി. അവർ എവിടെ പോവും? ആരുമില്ല സാർ അവർക്ക്. മുൻകാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പൈസ, ആരോഗ്യം എല്ലാം ഉണ്ടായിരുന്നു. ഇന്നവരെല്ലാം നഷ്ടപ്പെട്ട ഒരു യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. ഒരു നായ്ക്ക് കിട്ടുന്ന, തെരുവ് നായ്ക്ക് കിട്ടുന്ന പരിഹാരം പോലും, പരിഗണന പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലവരത്തുനിന്ന് പോയി ഇതിന് മറുപടി ആരും തരുന്നില്ല. വൈ? എത്ര മരണങ്ങൾ ഒരു കൊല്ലത്തിൽ ഡെസ്റ്റിറ്റ്യൂട്ട് എത്ര ആൾ മരിക്കുന്നുണ്ടെന്നറിയും സാറേ? സ്ട്രോക്ക് വന്ന ഒരാൾക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയില്ല സാറേ, ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ കൈ പറിച്ച ഒരാൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? 2 കൈക്കും ഇതുള്ള ഒരാൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇതിന് വേണ്ടിയിട്ട് ഡെസ്റ്റിറ്റ്യൂട്ടിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആൾ വേണമെന്ന് പറഞ്ഞ് 2 ആൾ വേണം. ഞങ്ങളുണ്ടാവും. ഞങ്ങളെ കാലം വരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും ഇവരെ പരിചരിക്കാൻ. ഞങ്ങളോട് വന്ന് നോക്കും. നമ്മുടെ സേവനം നിങ്ങൾക്ക് വേണ്ടേ? പക്ഷെ നമ്മൾ കൊണ്ടുവരുന്നവരെ നോക്കാനുള്ളത് ഇങ്ങനെ തരണം. അത് വേറെ. നമ്മളെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ പോട്ടെ, നമ്മളെ ചായ വേണമെന്നുണ്ടെങ്കിൽ പോട്ടെ, ഞങ്ങളെ ഡൈപ്പർ വേണമെന്നുണ്ടെങ്കിൽ പോട്ടെ, പുറത്തേക്കുള്ള മെഡിസിൻ ഞങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ പോട്ടെ. പക്ഷെ ഞങ്ങൾ കൊണ്ടുവരുന്ന പേഷ്യൻ്റ് ഞങ്ങളതാണ്. നമ്മളെ അഡ്രസ്സാണ് കൊടുക്കുന്നത്, നമ്മളെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. സർ ഡെസ്റ്റിയാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാനുള്ള സന്മൻസ് അവിടെ നിന്ന് ഉണ്ടാവണം. ഇത്രേ ഉള്ളൂ. ആളെ ഇറക്കി വിടുക, കയ്യ് എന്നതിന് ശേഷം ഇതൊക്കെ സംസാരിച്ച് നിങ്ങളൊരു ഫോം തരി, അടുത്തതിൽ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വിളിച്ചിട്ട്, ഇത് രാവിലെ വന്നിരിക്കുന്നതാണ്, കൂടെ ആളില്ലാഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടില്ല, ഒരു മോനും ഒരു അമ്മയും. ഞാൻ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ബൈസ്റ്റാൻഡർ നമ്മളാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത്. നമ്മളെ എടുത്തിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്, വീൽ ചെയർ സ്ട്രെച്ചർ എടുത്തിട്ട് വീൽ ചെയറിലേക്ക് പോകുമ്പോൾ ഈ സെക്യൂരിറ്റി ഉണ്ട് പോലീസിനെ വിളിച്ചിട്ട്. എനിക്കറിയില്ല എന്താണ് അവിടെ നടക്കുന്നത്. എങ്ങനെ പോലീസ് വന്ന് എന്താ പ്രശ്നം അല്ല ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവർ രാവിലെ വന്ന് കിടക്കാണ്, കൂടെ ആളില്ലാഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ അദ്ദേഹത്തിന് ഒരു ബൈസ്റ്റാൻഡർ ആക്കി കൊടുത്ത് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞാണ്. ഈ സെക്യൂരിറ്റി പറഞ്ഞത് ആ സെക്യൂരിറ്റിയെ പിന്നെ വിളിച്ചത് നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. സാറേ ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല സാറേ. നമ്മൾ ആരോരില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 2010 മുതൽ എവരിത്തിങ്, രാവിലത്തെ ചായ ഒരു കടി, ഉച്ചക്കത്തെ ചോറ്, വൈകുന്നേരത്തെ ചായ ഒരു കടി, അവരുടെ കുടിവെള്ളം, രാത്രിത്തെ ചപ്പാത്തി, വസ്ത്രം, പുറത്തേക്കുള്ള മെഡിസിൻ, ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ മരണപ്പെട്ടെന്ന് ഒരു ചോദ്യം ഫേസലായിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പം അതിൻ്റെ ഒരു ഈഗോ വന്നിട്ട് നമ്മൾ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നുള്ളത്. അപ്പോൾ ആ പ്രകാരം ഞാൻ കലക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ ജഡ്ജിക്കൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഈ സൂപ്രണ്ടിൻ്റെ പേരിലും ഈ ആർഎമ്മിൻ്റെ പേരിലും. അതുകൊണ്ട് ഇവർക്ക് പരിഹാരം ലഭിച്ചൂടെ? അതെന്താണ് സംഭവം? പോലീസ് പറഞ്ഞു പിന്നെന്താ, അവരവിടെ ബൈസ്റ്റാൻഡറെ നിർത്താമെന്ന് പറഞ്ഞ്, അവർ ഭക്ഷണം കൊടുത്താളെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെന്താ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യണേന്? അല്ല എനിക്കറിയില്ല സാറേ, സൂപ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായതിനെ കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞതാണ്. ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ എന്താക്കി സംസാരിച്ച് ആർഎമ്മിനെ വിളിച്ച്, ആർഎം സൂപ്രണ്ടിനെ വിളിച്ച്, പോലീസ് ഉണ്ടായതിനെ കൊണ്ട് അവർക്കൊരു പരിഹാരം ലഭിച്ച്, അല്ലെങ്കിൽ ആ സ്ത്രീനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഒന്നും കൂടി 3 ദിവസമായിട്ട് കൂടിട്ടോ ഞാൻ പരാതി കൊടുത്തിട്ട് വീണ്ടും ഈ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ പരാതി വീണ്ടും കൊടുത്ത് കലക്ടർക്കും സാമൂഹ്യനീതി വകുപ്പിനൊക്കെ. അതിനൊരു മറുപടി കിട്ടാത്തതിനെ കൊണ്ട് നമ്മളെന്താക്കി ഒരു ധർണ നടത്താമെന്നുള്ള മുൻകൂട്ടി കൊടുത്ത് ധർണ നടത്തിയിട്ടും ഒരു പരിഹാരം കിട്ടിയില്ല. അങ്ങനെയാണ് നിരാഹാരത്തിലേക്ക് പോയത്. 2 ദിവസം നിരാഹാരം കടന്ന് 50 മണിക്കൂറും 37 മിനിറ്റും. ഈ കാലം വരെ എത്ര ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്നറിയാം. അതൊരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളിത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ
നിരാഹാരമല്ല, രാത്രി വെള്ളം കുടിക്കുന്ന ആ നിരാഹാരമല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില എന്ന് മനസ്സിലായത് അന്നാണ്. വീണ്ടും ഒരു മരണം, അതായത് എൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ട ഒരാളായിരുന്നു. ആ സമയത്ത് കൈ പൊന്തുന്നില്ല, തല കറക്കും, കണ്ണ് മിന്നടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ മനുഷ്യനെന്ന പരിഗണന ലഭിച്ചിട്ട് അവിടുത്തെ സ്ഥലത്തെ കൗൺസിലർ വന്ന് ഒരു ഇളന്നി ഞാൻ കുടിച്ച്. അങ്ങനെ അപ്പം ഞാൻ നിരാഹാരം നിർത്തിയാണ്. സമരപ്പന്തൽ പൊളിച്ചിട്ടില്ല സാറേ, സമരപ്പന്തൽ പൊളിച്ചിട്ടില്ല. ഈ പാവങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നവരെ ആ സമരപ്പന്തൽ അവിടെ തന്നെ ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും 2 ആളെ നിയമിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് കാണാനുള്ള സൊല്യൂഷൻ ഉണ്ടാവണം, നമുക്ക് പരിചരിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാവണം. അവർ അവിടെ മൂത്രത്തിൽ കിടക്കുകയാണെങ്കിലും അപ്പീൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മളത് അന്നും ചോദിക്കും, ഇനിയും ചോദിക്കും, ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യും. അവർക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും. എന്താ വെച്ചാൽ ഡെസ്റ്റിറ്റ്യൂട്ടർ നോക്കാനുള്ള സ്റ്റാഫിനെ അവർ വേറൊരു പണിയെടുത്തിക്കും. ഇപ്പം പറഞ്ഞ ഡെസ്റ്റിറ്റ്യൂട്ടർ നോക്കാൻ അങ്ങനെ സ്റ്റാഫിനെ നിർത്തിയിട്ടില്ല എന്ന് വിജയം കിട്ടാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ പറയാം, നമ്മളൊരു ചോറ് കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. അദ്ദേഹം കഴിക്കുന്നുണ്ടോ നോക്കണം, അതെടുത്ത് വാരി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് വയ്യാത്ത ഒരാളാണ്. വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, വെള്ളം എടുത്ത് കൊടുക്കണം. സാറിന് അദ്ദേഹത്തിന് കുടിക്കാൻ പറ്റൂല. കഞ്ഞി അതേപോലെ തന്നെ, കഞ്ഞി അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, കഞ്ഞി കുടിക്കാൻ പറ്റൂല അദ്ദേഹത്തിന്, നമ്മളെടുത്ത് കൊടുക്കണം. സിസ്റ്റർമാരാണ്, ഡോക്ടർമാരാണ്, എല്ലാം ശരിയാണ്. നിങ്ങളേക്കും ഈ കാലം വരെ നമ്മളാണ്. പക്ഷേ ഞങ്ങൾ 10 വർഷത്തെ മേലായി അവിടെ ചെയ്യുന്നത്. അതിനെക്കാട്ടി മുന്നായി ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചതിന് അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അണ്ടർ വാട്ടർ ഗാർഡ്സിൻ്റെ പേരിൽ പോയിട്ടുണ്ടാവും. ആരോരുമില്ലാത്തവരെ നോക്കാനും വേണ്ടി മാത്രമാണ് ഈ സംഘടന രൂപീകരിച്ചത്. അല്ലാണ്ട് ഇന്ന് ഒരുപാട് ഉടായിപ്പോയിട്ട് പല സംഘടന നടക്കുന്നുണ്ട് തെരുവിൻ്റെ മക്കളെ പേര് പറഞ്ഞിട്ട്. അതല്ല, ഒരു ഭക്ഷണപ്പൊതി കൊടുക്കുന്നുണ്ടെങ്കിൽ 10 ആൾ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നൊരു മേഖലയല്ല. ഭക്ഷണം ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ പറ്റും സാറേ, ഏതൊരു മനുഷ്യനിക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റും. പക്ഷെ പരിഗണന, പരിചരണ, കൂടെ നിന്നിട്ട് ചേർത്ത് വെക്കുമ്പോഴുണ്ടല്ലോ, അവരെ സങ്കടത്തിലും പ്രയാസത്തിലും അലിഞ്ഞു ചേരുമ്പോൾ അതിന് നല്ലൊരു സാധനം വേണം ഇവിടെ. അത് ഞങ്ങളെ വളണ്ടിയേഴ്സിന് എല്ലാവർക്കും ഉണ്ട് സാറേ. ഒന്നും നോക്കാണ്ട് തീട്ടായാലും മൂത്തരായാലും ചെളിയായാലും പുയായാലും ചെലായാലും എന്തായാലും വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. വീണ്ടും ആ സാഹചര്യത്തിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ വൃത്തിയാക്കും സാറേ. ഒരാളാക്കണ വരെ ഞങ്ങളവിടെ ഉണ്ടാവും, ഞങ്ങളെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആരോരുമില്ലാത്തവരെ നോക്കാൻ, അതേപോലെ തന്നെ ആരോരുമില്ലാത്തവർ നെരുങ്ങി വരുമ്പോഴായാലും പല സാഹചര്യങ്ങളിലായാലും വരുമ്പോഴും മനുഷ്യനെന്ന പരിഗണന ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ലഭിക്കണം. ഇത് അങ്ങേ കാല് പിടിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ്. ഒരു പരിഹാരം ഉണ്ടാവണം. ഇനി 15-ാം തീയതിയാണ് വീണ്ടും നമ്മളെ സമരപന്തലിലേക്ക് നമ്മൾ പോകുന്നത്, കുത്തിരിപ്പ് സമരമായിട്ട്. അതിന് ജനങ്ങളായ നിങ്ങൾ അതിൻ്റെ മുമ്പ് ഒരു പരിഗണന ലഭിക്കണം, ഒരു പരിഹാരം ലഭിക്കണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ വാക്കിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്തവരെ സാറേ, ഞാനൊക്കെ ഒരു മനുഷ്യത്തൊഴിലാളിക്കാരനാണ്. ഞാൻ അന്നന്ന് കിട്ടി അന്നന്ന് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ജോലി കല്ലുമക്കായി മുങ്ങിയെടുക്കുന്ന പണിയാണ്. ഈ ചാരിറ്റി അല്ല എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി. എനിക്ക് ഒറിജിനൽ ജോലി കല്ലുമക്കായി മുങ്ങുന്നതാണ്. അഭിമാനത്തോടെ പറയും. അതൊരു ദിവസം പണിയെടുത്താൽ എത്ര കിട്ടും എന്നുള്ളത് കല്ലുമക്കായി മുങ്ങണമെന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു, ദാറ്റ്സ് ഓൾ.